അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും അതിലേക്ക് തന്നെ വരികയാണ്. മലക്കുകൾ നമ്മൾ സ്വർഗത്തേക്ക് ചെല്ലുമ്പോ ഓരോ മലാകമാരും വന്നിട്ട് ഒരാൾക്ക് 1000 ആളെന്ന തോതിൽ ഓരോ മലാകമാരും വന്നിട്ട് നമ്മുടെ കയ്യിനെ മുസാഫഹത്ത് ചെയ്യും. റസൂലുള്ളാഹി പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ ഓരോരുത്തരും രാജാക്കളാണ്. സ്വർഗത്തില് നിങ്ങൾ ഓരോരുത്തരും രാജാവാണ്. ആ സമയത്ത് സ്വഹാബുൽ കിറാം ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ ഒരു രാജാവാകുമ്പോ പ്രജകള് വേണ്ട റസൂലല്ലാഹ്, ആരാണ് പ്രജകള് നബിയേ? ആ സമയത്ത് മുത്തു റസൂലുള്ളാഹിന്റെ മറുപടി, സ്വഹാബാ, നിങ്ങളുടെ പ്രജകള് ആരെന്നറിയോ സ്വഹാബ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനുഷ്യരാകുന്ന നമ്മുടെ പ്രജകൾ ആരെന്നറിയോ? സഹാബത്തിനോട് അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, സ്വഹാബ, നിങ്ങളുടെ പ്രജകൾ മലാകമാരാണ്. 1000 മലാകമാര് നിങ്ങളുടെ പ്രജകളായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കും. ഓരോ മാലാകമാരും നിങ്ങളുടെ പ്രജകളായി. പ്രജകൾ എന്നാൽ രാജാവ് എന്ത് കൽപ്പിക്കുന്നുവോ അത് ഏറ്റെടുക്കാൻ കഴിവുള്ളവരാണ് പ്രജകൾ. എന്തൊരു കാര്യം പറഞ്ഞാലും അത് ചെയ്തു തരുന്നവരാണ് പ്രജകൾ. അതുപോലെ നാളെ മാലാകമാര് നമുക്കുണ്ടാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? ആ പരിശുദ്ധമാകുന്ന ഫിർദൗസിൽ കയറിയാൽ, സ്വർഗത്തിന്റെ അകത്തട്ടിലേക്ക് കയറി ചെന്നാൽ, വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ, വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. ആ സ്വർഗത്തിലേക്ക് നോക്കിയാൽ, അതിലേക്ക് നോക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ, അതിലേക്കൊന്നങ്ങോട്ട് കയറി ചെന്നാൽ, വമുൽകൻ കബീറാ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ രാജകീയ പദവിയാണ്. മാത്രമല്ല, വലകും ഫീഹാ മാ തസ്തഹി അൻഫുസകും വലഹും ഫീഹാ മാ തസ്തഹി അൻഫുസകും, നിങ്ങളുടെ നഫ്സിനൊക്കെ എന്തൊന്നാണോ ആവശ്യം അതൊക്കെ അവിടെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തർക്കും എന്തൊക്കെ ആവശ്യം അതൊക്കെ അവിടെ ലഭിക്കും. എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, അതിലേക്ക് നീ ഒരു പാസ്താ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ, അതിലേക്ക് നീ ഒരു പാസ്താ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. മടിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, വല്ലാത്ത കൊതിയുണ്ട് അതിനോട് റബ്ബേ, വല്ലാത്ത കൊതിയുണ്ട്. ഒരു മടിയില്ലാതെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. വലകും ഫീഹാ മാ തസ്തഹി അൻഫുസകും, മാത്രമല്ല അതിൽ നമുക്ക് നല്ല ചൊറുചൊറുക്കുള്ള വഹൂറുൻ ഈൻ, നല്ല സുന്ദരികളാകുന്ന പെണ്ണുങ്ങൾ അതിലുണ്ട്. നല്ല ചൊറുചൊറുക്കുള്ള പെണ്ണുങ്ങൾ അതിലുണ്ട്. നല്ല ചൊറുക്കുള്ള എല്ലാ നിലക്കും ഭംഗിയുള്ള, നമ്മൾ ഈ ലോകത്ത് നമ്മൾ കുറച്ചും കൂടി വെളുപ്പുള്ളവരെ കാണുമ്പോ തന്നെ നമുക്ക് ഇവളെന്ത് ചൊറുക്കാലേ, നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. എന്നാൽ അതിനേക്കാളൊക്കെ എത്ര ചൊറുക്കാണ് ഹൂറിലിങ്ങള്. പക്ഷേ റസൂലുള്ളാഹി സഹാബത്തിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഞങ്ങളോട് ചോദിക്കാം, നിങ്ങൾ മറുപടി പറയില്ലേ ഇൻഷാ അല്ലാഹ്. ഒരു ചോദ്യം റസൂലുള്ളാഹി സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തെ, നിങ്ങൾക്ക് ഹൂറിലിങ്ങളെ വേണോ അതോ നിങ്ങളെ പെണ്ണുങ്ങളെ തന്നെ അവിടെ വേണോ? നിങ്ങൾക്ക് ഹൂറിലിങ്ങളെ വേണ്ട നിങ്ങളെ പെണ്ണുങ്ങളെ വേണ്ടോ അവിടെ? എന്താ മറുപടി പറയ്. ഹൂറിലിങ്ങളെ വേണ്ട പെണ്ണുങ്ങളെ വേണ്ടോ? പെണ്ണുങ്ങളെയും കൊണ്ട് ഇവിടെ തന്നെ ചടച്ചു കഴിഞ്ഞാൽ അവിടെയും വേണമെന്നുള്ളതാണ് അല്ലേ? ഹൂറിലിങ്ങളെ തന്നെ എല്ലാവർക്കും ആവശ്യം. എന്നാ കേട്ടോളി അഷ്റഫുൽ ഖൽഖ് സ്വഹാബത്തിനൊക്കെ കൊടുത്ത മറുപടി. സ്വഹാബ,
എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, സംഗതിയൊക്കെ ശരിയാണ്. ഹൂറുല്ലിങ്ങള് വല്ലാത്ത ചൊറുക്കുള്ളവരാണ്. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും അവരെ ഇഷ്ടത്തോടെ പരസ്പരം സ്നേഹത്തോടെ അകമഴിഞ്ഞ സഹകരണത്തോടെ ജീവിച്ചവരാണെങ്കിൽ നാളെ ആ ഭാര്യ നിനക്ക് നാളെ സ്വർഗത്തിൽ മണവാട്ടിയാകും. അവള് മണവാട്ടിയായാലുള്ള ഗുണം ഹൂറുല്ലിനേക്കാൾ 70,000 ഇരട്ടി ചൊർക്കോൾക്കുണ്ടാകും. നമ്മളെ ഖദീജൂന്, നമ്മളെ ഇജാത്തൂന് അവിടെ എന്തുണ്ടാകും? ഇവിടുത്തേക്കാളും ചൊർക്കുണ്ടാകും. ഇവിടുത്തെ കാണുമ്പോ അന്ന് ഞങ്ങൾ കാണാൻ പോയി കുടുങ്ങിയതാണ് ഉസ്താദേ, അതൊക്കെ അന്ന് കാണാൻ പോയിട്ട് കുടുങ്ങിയതാണ്. പക്ഷെ അങ്ങനെയൊന്നല്ല. അള്ളാഹു താല നമ്മുടെ ഉമ്മമാരൊക്കെ നല്ല ചൊർക്കുള്ളവരാണ്. അള്ളാഹു താല അവരുടെ സൗന്ദര്യം നിലനിർത്തി കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് അവരൊക്കെ ഈ കാണുന്ന ചൊർക്കൊന്നുമല്ല. ഉമ്മമാര് താഴ്ത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്. ആ ഉമ്മമാര് ഇപ്പൊ ഇങ്ങനെ മുഖത്തിങ്ങനെ തൊട്ടൊക്കെ ഉണ്ടാവോ, ഞങ്ങളിപ്പോ ഇങ്ങനെ എത്ര ചൊർക്കൊക്കെ ആവുമോ, ഹൂർലിങ്ങളെക്കാൾ ചൊർക്ക് ഞങ്ങളാവുമോ. നമ്മളിങ്ങനെ ഓരോ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, അതത്തെ പോലെ എത്ര ചൊർക്കാച്ചിട്ട് നമ്മളെ ഏത് ചൊർക്കില്ലാത്ത ഇവിടെ കാണുമ്പോ കുറച്ച് കറുത്തമ്മമാരാണെങ്കിലും അവിടെ പോയ പെരും ചൊർക്കാക്കാരം. ആ ഒരു സ്വർഗത്തിൽ കൊണ്ട് കേറി ആ ചൊർക്കിന്റെ കട്ടേക്കാരം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ സ്വർഗത്തേക്ക് ബലി കയറി കഴിഞ്ഞാലും ആ ഭാര്യയും ഭർത്താവ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാലും ഖുർആൻ പറയാണ് അത് പിന്നെ സ്വാഭാവികമാണ്. പെണ്ണുങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണത്. സ്വർഗത്തേക്ക് കയറി കഴിഞ്ഞാലും അവനും ഒരു ഒച്ചപ്പാടുണ്ടാക്കും. അവിടെയും ഓല എന്തുണ്ടാക്കും? പരസ്പരം പ്രശ്നം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് തന്നില്ലല്ലോ, നിങ്ങൾ ഇത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയും പ്രശ്നങ്ങൾ ഓലുണ്ടാക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല നമ്മുടെ പിഞ്ചോമനകളാകുന്ന നമ്മൾ നോക്കി വളർത്തിയ നമ്മുടെ മക്കള് യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മളെങ്ങനെ തവാഫ് ചെയ്യും, നമ്മളെ ചുറ്റോറങ്ങനെ ഓടിക്കളിച്ചും. എന്ത് രസാക്കാരത്. ആ കടക്കുന്ന നമ്മൾ കിടക്കുന്ന മാളിക നമ്മളെ പെരന്റെ ഉള്ളിൽ കിടക്കണ പോലെയല്ല. ചൂടെടുത്ത് കിടക്കണ്ട. അവിടെ ഒരു AC ഫിറ്റ് ചെയ്യണ്ട. അവിടെ ഫുൾ എയർ കണ്ടീഷനുകളാണ്. അവിടെ ഫുൾ എയർ കണ്ടീഷനാണ്. നല്ല മുത്തിന്റെ പവിഴത്തിന്റെ മുത്താണ് അവിടുത്തെ നമ്മൾ പുറത്തിടുന്ന ബേബി മെറ്റല്. അവിടുത്തെ പവിഴത്തിന്റെ മുത്താണ്. നമ്മളിടുന്ന ബേബി മെറ്റല് നമ്മൾ കട്ടൊക്കെ പൊതിച്ചതിന്റെ ഇടയിൽ കൂടെ പുല്ലൊക്കെ കൊടുത്ത് ചുരുക്കാക്കി വെക്കുന്നത്, അവിടെ ഇടുന്നത് നമ്മൾക്കിവിടെ ഏറ്റവും കൂടുതൽ വിലയുള്ള പവിഴത്തിന്റെ മുത്താണെന്ന് നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ ഉള്ളെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കാണി. ആ ഉള്ളു കൂടെ ഇങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. മാത്രമല്ല അവിടുത്തെ കട്ടിലിന്റെ പ്രത്യേകത, ആ കട്ടിലിൽ കടന്നാൽ ആ കട്ടില് കൊണ്ട് എവിടേക്കും സഞ്ചരിക്കാം. അവിടുത്തെ പ്രത്യേകത ആലോചിച്ച് നോക്കാണി. ആ കട്ടിലുമ അങ്ങോട്ട് കടന്നാൽ കട്ടിലുമ കടന്നിട്ട് തോന്നുകയാണ് ഈ കട്ടിലുമ കുടച്ചിങ്ങനെ തേനിന്റെ ഒഴുകുന്ന പുഴയിൽ കൂടെ ഈ കട്ടിലുമ കടന്നിങ്ങനെ പോണെന്ന് തോന്നിയാൽ അപ്പൊ പോകാം. അതാണ് മോള് പറഞ്ഞത്. എന്ത്? വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസകും. എന്റെ ശരീരത്തിന് എന്താണോടോ ആവശ്യം അതൊക്കെ അവിടെ നടക്കും. എല്ലാം അവിടെ നടക്കും. പിന്നെ അവിടെയുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവിടെയുള്ള ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കാരണവന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ സ്വർഗത്തിൽ എല്ലാവരും സമപ്രായക്കാരായിരിക്കും. സ്വർഗത്തിലെ പ്രായം എത്രയെന്നറിയോ? സ്വർഗത്തിൽ എല്ലാവർക്കും ഉണ്ടാവണ പ്രായം 33 വയസ്സാണ് സ്വർഗത്തിൽ എല്ലാവർക്കും ഉണ്ടാവുക. ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്, ഉച്ചക്കന്ന് 33 ആയിട്ടുണ്ടാവില്ലേ? നമ്മളിപ്പോ അങ്ങനെ ആലോചിച്ചു. കാരണന്മാരൊക്കെ ഞാൻ ഇനിയും ചുള്ളനാവും. അങ്ങനെ തന്നെയാണ്. സ്വർഗത്തേക്ക് എത്തുമ്പോ 33 വയസ്സ് തന്നെ ഉണ്ടാവുക. എല്ലാരും ഒരേപോലെ ആയിട്ട് നല്ല ചുറുക്കിലാക്കാറ് ഓരോരുത്തരും. മഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനിപ്പിക്കാണ് ഇൻഷാ അല്ലാഹ്. സയ്യിദ് അവറുകളുടെ പരിപാടി ഇൻഷാ അല്ലാഹ് ആരംഭിക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവസാനിക്കാണ്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിക്കും. മഹാനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എങ്ങനെയാണ് അപ്പോ ഇവിടെ ഉള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ചൊറുക്ക് കൂടുന്നത്? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കരുത് എന്താണ്, അവരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഒരു ചൊർക്കൂടുകയാണ്. പക്ഷെ റസൂലുള്ള കൊടുത്ത മറുപടി, സ്വഹാബത്തെ അവരവിടെ ചെല്ലുമ്പോ സൗന്ദര്യം കൂടാനുള്ള കാരണം
ഓരോരുത്തരും സ്വർഗത്തിൽ കയറിയിട്ട് ഓരോരുത്തരും അവിടുന്ന് വുളൂ ചെയ്യാൻ, അതല്ലെങ്കിൽ മുഖമൊന്ന് കഴുകാൻ വേണ്ടി ഒന്ന് അപ്പുറത്തേക്ക് പോകും. അവരൊന്ന് കഴുകി വരുമ്പോഴേക്കും അവരിലുള്ള സൗന്ദര്യം ഇരട്ടി 10 ഇരട്ടിയായി അധികരിക്കും. എന്നിട്ട് അവരുടെ കൂടെയുള്ള ഭാര്യമാര് ചോദിക്കുമത്രേ, ഇതെന്റെ ഭർത്താവ് തന്നെയാണോ എന്ന് ചോദിച്ചു പോകും. മാത്രമല്ല മഹാന്മാരാകുന്ന മുഹദ്ദിഥീങ്ങൾ പറയാണ്, സ്വർഗത്തിലുള്ള ഒരാളുടെ സൗന്ദര്യത്തിന്റെ ലൈറ്റ്, ആ സൗന്ദര്യത്തിന്റെ പ്രകാശം 4000 കിലോമീറ്ററോളം സ്വർഗത്തിലുള്ള ഒരാളുടെ 4000 കിലോമീറ്റർ അപ്പുറത്ത് കാണാൻ കഴിയും.